ഹലോ, ഗുഡ് മോർണിംഗ്. സമയപ്പത 4:45. അപ്പൊ നമുക്ക് ഒന്നിച്ച് പുലർക്കാല തൃശൂർ നഗരത്തിന്റെ കാഴ്ചകൾ കണ്ടാലോ? നമ്മളെപ്പോലുള്ള പത്രക്കാർക്ക് ഈ ചായക്കട നല്ലൊരു ആശ്രയമാണ്. കാലത്ത് നല്ല ചായ കിട്ടും. പുലർച്ചെ തൊട്ട് ഒരു 7 മണി രാവിലെ 8 മണി വരെ സ്റ്റാർട്ട് ആവും. നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നതും തിരക്ക് വരുന്നതൊക്കെ എപ്പോഴാ? ഇത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരക്കായി. മാർക്കറ്റ് ഓൾറെഡി ഫുള്ളായി. പിന്നെ തിങ്കൾ വെള്ളി ദിവസങ്ങളാണ് മാർക്കറ്റ് ഉള്ള ദിവസം. അന്ന് നല്ല കസ്റ്റമർ കാണും. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഓഫ് സീസൺ ആണ്. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ സീസൺ അല്ല. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, തിങ്കൾ ബുധൻ വെള്ളിയാണ് ഇവിടുത്തെ ആ ഒരു മാർക്കറ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. സമയം 5:30 നമ്മളുള്ളത് നായ്ക്കനാൽ ജംഗ്ഷനിലുള്ള ഈ കടയ്ക്ക് മുന്നിലാണ്. ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 24 മണിക്കൂറും ഓപ്പൺ ആണ് ഈ കട. ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഷട്ടർ ഒന്നുമില്ല. 24 മണിക്കൂർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഷട്ടറിന്റെ ആവശ്യമില്ലല്ലോ. രാവിലെ എത്ര മണിക്കാണ് ആൾക്കാർ വന്നു തുടങ്ങുക? രാവിലെ ഒരു 3-3:30 തൊട്ടൊക്കെ ആൾക്കാർ വരും അല്ലെ? ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോ എന്താൾക്കാരെ വരെ? ഒരുവിധം സ്ഥിരം വരുന്ന ആൾക്കാരാണ് വരിക. പത്രം പോലുള്ള ജോലി ചെയ്യുന്ന ആളുകളും സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സ് ആ ടൈമിലേക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇത് നായ്ക്കനാലിലെ രാവിലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ടീ ഷോപ്പ് ആണ് കേട്ടോ. ഹലോ ചേട്ടാ, നമ്മൾ ഈ ഷോപ്പ് എപ്പോഴാ രാവിലെ ഓപ്പൺ ആവുന്നത്? 3 മണിക്ക്. ഞങ്ങൾ നല്ല ചായ കൊടുക്കും, നല്ല ഇത് കൊടുക്കും. ആൾക്കാർ പറഞ്ഞ പാർട്ടികൾക്ക് സ്വീകരിച്ച് നല്ല സാധനങ്ങളായിട്ട് കൊടുക്കും. പാറമേക്കാവ് അമ്പലത്തിന് ഓപ്പോസിറ്റ് ഉള്ള പൂ വിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലേക്ക് കിടക്കുന്ന ഒട്ടുമിക്ക ബസ്സും, എല്ലാ ബസ്സും തന്നെ പറയാം, ഇവിടുന്ന് പൂ വാങ്ങിയിട്ടാണ് ആ ബസ്സുകളിൽ ഇങ്ങനെ തൂക്കാറ്. ചേട്ടാ, രാവിലെ എത്ര മണിക്കാണ് നമ്മൾ ഈ ഒരു പൂ കച്ചവടമൊക്കെ തുടങ്ങുന്നത്? 4:30 തുടങ്ങും അല്ലെ? അപ്പോ ബസ്സുകളാണോ കൂടുതലായിട്ടും? ബസ്സുകാരും കടക്കാരും പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ആൾക്കാരും വരും അല്ലെ? ഇപ്പൊ നമ്മളുള്ളത് എരിഞ്ഞേരി അങ്ങാടിയിലാണ്. വെള്ളയപ്പം അങ്ങാടി എന്നും പറയും. രാവിലെ തന്നെ ഒരുപാട് ചൂട് വെള്ളയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കടകളിലെല്ലാം. രാവിലെ തന്നെ നല്ല പണിയിലാണ്. എത്ര മണിക്ക് തുടങ്ങും പരിപാടികളൊക്കെ? 4 മണിക്ക്. ആഹാ, 4 മണിക്ക് തുടങ്ങി. ഈ ഒരു ടൈമിലൊക്കെ ആളുകൾ ധാരാളമായിട്ട് വരാറുണ്ട്? ഓർഡറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മുൻകൂട്ടി നമുക്ക് ഓർഡർ ഉണ്ടായിരിക്കും. അതല്ലാതെ ഇപ്പൊ വാങ്ങാനായിട്ട് വരുന്ന ആളുകളും ഉണ്ടായിരിക്കും അല്ലെ? പള്ളി വിട്ട് വരുന്നവര്. എത്ര മണി വരെ ഉണ്ടായിരിക്കും ഈ ഒരു തിരക്ക്? ഇതൊരു 8:30-9 മണി വരെ. ഓക്കെ. നമ്മളുള്ളത് തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് മുന്നിലാണ്. സമയം 6:15. അകത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശക്തൻ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം, നല്ല തിരക്കാണ്. ഒരുപാട് കച്ചവടക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോ ഇവിടെ നിന്നാണ് ഒരുപാട് കടകളിലേക്കുള്ള പച്ചക്കറിയൊക്കെ മെയിൻലി കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ശക്തൻ മാർക്കറ്റിൽ നിന്നാണ്. അപ്പൊ ഈ പച്ചക്കറി മാർക്കറ്റിലെ രാവിലത്തെ വിശേഷങ്ങളൊന്നും നോക്കിയാലോ? ഓടി കണ്ടിട്ട് വരാം. ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഉണരുന്ന ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴാ?
മോർണിംഗിൽ 4 മണിക്കാണ് അത് 4 മണി മുതൽ ഇവിടെ ആക്റ്റീവ് ആണ് അല്ലേ? ആക്റ്റീവ് ആണ്. ഫുൾ തിരക്കാണ്, എപ്പോഴും ഒരേ വൈബാണ് അല്ലേ? അതെ, ഇന്ന് ചൊവ്വാഴ്ച കുറച്ച് തിരക്ക് കുറവാണ്. അപ്പൊ ഏത് ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാവുക? തിങ്കളും ശനി. അതെന്താ ആ ദിവസങ്ങൾക്ക് പ്രത്യേകത? അത് ഒരു ദിവസം മുടക്ക് കഴിഞ്ഞ് വരണല്ലേ, പിന്നെ ദിവസം മുടക്കാവാൻ പോണെന്നല്ലേ അതിന്റെ പ്രത്യേകത. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ, പച്ചക്കറി വാങ്ങാനായിട്ട് വരുന്ന സമയത്ത് പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് രാത്രി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വില കുറയുന്നു. അങ്ങനെയാണോ? രാവിലെയാണോ രാത്രിയാണോ? കാലത്ത് ഒരു 10 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ പച്ചക്കറി ഇവിടെ മാർക്കറ്റിൽ വിറ്റ് കഴിയുന്ന പച്ചക്കറിയൊക്കെ ഏകദേശം വിറ്റ് കഴിയും. പിന്നെ ഞങ്ങൾ ബാക്കി വരുന്നതൊക്കെ വില കുറച്ച് കൊടുക്കാം. അപ്പൊ വീട്ടുകാർക്ക് മേടിക്കാനായിട്ട് 10 മണിക്ക് ശേഷമാണ് നല്ലത്. രാവിലെ ഒരു 10 മണിക്ക്. അതെ, പിന്നെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 മണിക്കൊക്കെ എല്ലാവരും അവരെന്നെ ഈ ചില്ലറക്കാർ വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ ചിലപ്പോ മേടിച്ച് വിലക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് എപ്പോഴും കിട്ടുന്നില്ല, ചിലപ്പോൾ ഷോർട്ടേജ് വരെ കിട്ടാണ്ടും വരാം. ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ശക്തൻ ഫിഷ് മാർക്കറ്റിലാണ്. ഇവിടെ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഓപ്ഷൻ ഒക്കെ തുടങ്ങും അത്രേ. പക്ഷെ 6 മണിയോട് കൂടിയിട്ടാണ് ആൾക്കാർ വരുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരുപാട് വീട്ടിലേക്കും അതുപോലെ തന്നെ കച്ചവടത്തിനും ഒക്കെ ആയിട്ട് മീൻ മേടിക്കാനായിട്ട് ആളുകൾ എത്തുന്നത് നമ്മുടെ ശക്തൻ ഫിഷ് മാർക്കറ്റിലാണ്. ശക്തൻ ബസ് സ്റ്റാൻഡ് ശരിക്കും ഉണർന്നു കഴിഞ്ഞു. തൃശ്ശൂരിലെ എല്ലാ റൂട്ടിലേക്കും, തൃശ്ശൂർക്ക് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തേക്കുള്ള ബസ്സുകൾ തേരാപ്പേര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും നമ്മുടെ തൃശ്ശൂരിന്റെ സ്പന്ദനം എന്നൊക്കെ പറയാം ശക്തൻ ബസ് സ്റ്റാൻഡ്. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ പാലസ് ഗ്രൗണ്ടിലാണ്. ഇവിടെ രാവിലെ തന്നെ ഒരുപാട് പേരാണ് എക്സസൈസിനായിട്ട് ജോഗിങ്ങിനായിട്ടും ഒക്കെ എത്തുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് സ്പോർട്സ് ഇവന്റ്സിന്റെ പ്രാക്ടീസും ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും രാവിലെ തന്നെ ഇത്രയും പേര് ഇവിടെ എത്തുന്നുള്ളത് ശരിക്കും രസമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേക വൈബ് ഉണ്ട്. ചേട്ടൻ എന്നും രാവിലെ എക്സസൈസ് ആയിട്ട് ഇവിടെ എത്താറുണ്ടോ? ഞാൻ തിരുവനന്തപുരത്തുള്ളതാ. ഇപ്പൊ ഇവിടെ ജോലിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ആയി വന്നു ശേഷം പിന്നെ ഇവിടെ വരാൻ സാധാരണ എല്ലാ ദിവസവും ചെയ്യാറുള്ളതാണ്. ഇവിടെ തന്നെയാണോ എത്താറ്? ഇവിടെ സ്റ്റേഡിയത്തിലാണ്. എത്ര മണിക്ക് വരും? 6:30 വരും. എത്ര നേരം ഉണ്ടായിരിക്കും നമ്മുടെ? മാമിന്റെ പേരെന്താ? എൽസി. ഇപ്പൊ എത്ര വയസ്സായി? 75+ 80ലേക്ക് ഓടാൻ പോകുന്ന ഞാൻ. ശരിക്കും നമ്മളെല്ലാരും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് അല്ലേ? ഞാൻ 24 ഫിലിപ്പീൻസിൽ ഏഷ്യൻ മീറ്റിന് പോയിട്ട് വന്നുള്ളൂ നവംബറിലെ. 24 സെക്കൻഡിൽ 100 മീറ്റർ ഓടി. ആരും ഓടില്ല അങ്ങനെ. തൃശ്ശൂർ കോർപ്പറേഷന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഏരിയ ആണ്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ രാവിലെ തൊട്ട് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഒക്കെ നടക്കും. മാത്രമല്ല നമ്മൾ കണ്ടല്ലോ ഒരുപാട് പേര് ജോഗിങ്ങിനായിട്ടും പല പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള പലരും ചായ കുടിക്കുന്ന ഒരു കടയാണ് ഇവിടെ സൈഡിലുള്ളത്. ഒരു 20 കൊല്ലമായിട്ടാണ് ഈ ചേട്ടൻ ഈ ഒരു കടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോ രാവിലെ തൊട്ടേ ഇവിടെ നല്ല തിരക്കാണ്. ഈ പറഞ്ഞതുപോലെ ജോഗിങ്ങിനും പല പല എക്സസൈസിനും ഡ്രൈവിങ്ങിനും ഒക്കെ ആയിട്ട് എത്തുന്ന എല്ലാവരും ഇവിടെ ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇവിടെ ജോഗിങ്ങിന് എത്താറുണ്ട്. പക്ഷെ ഇന്ന് അധികം പേരെ ഒന്നും കാണാനില്ല. ഇപ്പൊ അമ്പലത്തിലാണെങ്കിലും ഒരുപാട് പേര് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആയിരിക്കും മേ ബി കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. അപ്പോ ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ തൃശ്ശൂർ നഗരത്തിന്റെ പുലർക്കാല കാഴ്ചകൾ, അത്തരം കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ കൂടിയത് ഇവിടെ തന്നെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങള്, ഇത്തരം കാഴ്ചകള്, പുലർക്കാല തൃശ്ശൂർ നഗരത്തിന്റെ കാഴ്ചകള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും ഇതുപോലുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.